ബ്ലസ്ബായി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്താണ് ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അതിനോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നത്. പക്ഷെ അതിന് ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പാതെ കയറി തൂങ്ങിയാണ്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇപ്പോഴുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലസ്റ്റാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലസ്റ്റാനും ലാൽ ജോസും സുധീഷ് മീശുമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയത് ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ല അത്. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലസ്റ്റാനെ ഞങ്ങൾ കാണുന്ന അലസ്റ്റാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലസ്റ്റാനും ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മറത്തൂർ കനവ്. അതിനുശേഷം അലസ്റ്റാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലസ്റ്റാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക്